മലപ്പുറത്തിന്റെ സമയമാണ് മോനെ, നല്ല ബെസ്റ്റ് ടൈം. ഈ പറയുന്ന കാര്യം ഞാൻ പറയുന്നതല്ല, മലപ്പുറത്തെ പല ആരാധകരും ഇന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്തിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള സ്പാനിഷുകാരനായിട്ടുള്ള മിക്കായിൽ കോറലിനെ പുറത്താക്കിയത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മലപ്പുറം എങ്ങനെ എഴുന്നേക്കും എന്നൊരു കാര്യമാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു പുതിയ സീസണിലെ ഈ ഒരു കറണ്ട് സ്റ്റാറ്റുകൾ നമുക്ക് നോക്കാം. അതായത് ഈ ഒരു പോയിന്റ് പട്ടികയിൽ 8 മത്സരങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് തന്നെ 2 സമനിലയും 2 തോൽവിയുമാണ്. അതുമാത്രമല്ല 4 സമനില കുരുക്കാണ് ഈ പറയുന്ന മലപ്പുറം FC-ക്ക് ഈ ഒരു സീസണിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു സീസണിന്റെ പകുതിക്ക് വെച്ചിട്ടാണ് ഈ ഒരു കോച്ചിനെ മലപ്പുറം FC പുറത്താക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ സീസൺ ഏകദേശം എൻഡായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു വാർത്ത ഉളവിടുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മുഖ്യ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ച് മലപ്പുറം FC-യിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത. ഇതിപ്പോൾ ഒരുപാട് മാധ്യമങ്ങളും ഒരുപാട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു വാർത്തയ്ക്ക് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ വരാം. എന്തായാലും ഇവാൻ വുക്കോമനോവിച്ചും കേരളവുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. യൂറോപ്പിൽ നിന്ന് പോലും പല പല ഓഫറുകൾ വന്നിട്ട് പോലും ഇവാൻ വുക്കോമനോവിച്ച് ഒരു തവണ അവസരം കിട്ടിയാൽ കേരളത്തിലേക്ക് വരും, പറ്റുവാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ പുതിയ പരിശീലകനായിട്ട് നിയമിച്ച ഒരു കോൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മടങ്ങി വരുമെന്നൊരു കാര്യം ഇവാൻ വുക്കോമനോവിച്ച് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കേരളത്തിലേക്ക് തന്നെ ഒരുപക്ഷെ ആരാധകരുടെ പോയിന്റ് ഓഫ് വ്യൂ ആ ഒരു കാഴ്ചപ്പാടിൽ മലപ്പുറത്തിലേക്ക് വരണം എന്നതിനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മലപ്പുറം ആ ഒരു ഫുട്ബോൾ ക്ലബിന്റെ ആ ഒരു സ്ട്രക്ചറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പരിശീലകനെ പുറത്താക്കിയതിന് പിന്നാലെ, അതായത് മിക്കായിൽ കോറൽ എന്ന് പറയുന്ന ഈ ഒരു സ്പാനിഷ് പരിശീലകനെ പുറത്താക്കിയതിന് ശേഷം, അതിനുശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന് മുന്നേ ഒരു പക്ഷേ ഇവാൻ വുക്കോമനോവിച്ചുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇവാൻ വുക്കോമനോവിച്ചിന് ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന് മലയാളത്തിൽ തന്നെ ഒരു സിനിമ ഉള്ളൊരു കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, കരം എന്ന് പറയുന്ന മലയാള സിനിമ, ആ ഒരു വലിയൊരു പ്രൊജക്റ്റ് ഇവാൻ വുക്കോമനോവിച്ചിനുണ്ടായിരുന്നു. എന്നാൽ അതേ സാഹചര്യം കൊണ്ട് തന്നെ ഈ മലപ്പുറം FC കൊടുത്ത ഒരു ഓഫർ അതേസമയം ഇവാൻ വുക്കോമനോവിച്ച് റിജക്റ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇവാൻ വുക്കോമനോവിച്ചിന് യാതൊരു ഓഫറുകളൊന്നും കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ISL നിന്നോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലിങ്ക് ചെയ്ത് നിലവിലിപ്പോൾ ഈ ഒരു മിക്കായിൽ കോറൽ എന്ന് പറയുന്ന ഈ ഒരു സ്പാനിഷ് പരിശീലകൻ പുറത്തായതിനു ശേഷം ഇവാൻ വുക്കോമനോവിച്ചുമായിട്ടുള്ള ചർച്ചയുമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ലിങ്ക് ചെയ്ത് വരുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ അന്ന് നടന്ന ചർച്ചയല്ലാതെ അതിനുശേഷം മലപ്പുറം FC-യും അല്ലെങ്കിൽ ഇവാൻ വുക്കോമനോവിച്ചുമായിട്ടുള്ള ചർച്ചകളൊന്നും നിലവിൽ ഇന്ന് നടന്നിട്ടില്ല. അപ്പോൾ കുറേ അടുത്തൊക്കെ ഇങ്ങനെ ഒരുപാട് പോസ്റ്ററുകൾ, നിങ്ങളിപ്പോൾ തമ്പനിയിൽ കണ്ട മാതിരിയുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറങ്ങി അടിച്ചടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ഇത് നിലവിലെ സിറ്റുവേഷനിലാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ മലപ്പുറം, അതായത് മലപ്പുറം ഫുട്ബോൾ ക്ലബ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഫുട്ബോളിന് എത്രത്തോളം പേര് കേട്ട ഒരു ജില്ലയാണ് മലപ്പുറം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ പുള്ളിക്കാരന് കേരളത്തിലേക്ക് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ മലപ്പുറം നല്ലൊരു ഓഫർ ഇദ്ദേഹത്തിന് വെച്ച് നീട്ടിയാൽ ഉറപ്പായിട്ടും ഇവാൻ വുക്കോമനോവിച്ച് വരാനുള്ള വലിയൊരു സാധ്യത കാണുന്നുണ്ട്. നിലവിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ യൂറോപ്പിലെ തന്നെ പല ക്ലബ്ബുകളിൽ നിന്നുള്ള ഓഫറുകളൊക്കെ ഇദ്ദേഹം നിരസിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും ഇനി ഫ്യൂച്ചറിൽ ഇനി ഇവാൻ വുക്കോമനോവിച്ചും അല്ലെങ്കിൽ കേരള ഫുട്ബോളുമായിട്ടുള്ള ആ ലിങ്കപ്പ് എന്താണെന്ന് നമ്മൾ വളരെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. സോ അപ്പോൾ എന്തായാലും ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ ലീഗ് കേരള ഏകദേശം എൻഡ് ഓഫ് ദി സീസണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലപ്പുറം FC-യുടെ കാര്യം പറയുകയാണെങ്കിലും കഴിഞ്ഞൊരു സീസണിൽ മികവുറ്റ ഒരു ടീമായി നിന്ന പല ക്ലബ്ബുകളും ഇന്ന് പോയിന്റ് ടേബിളിൽ താഴെത്തട്ടിലാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോഴ്സ കൊച്ചി കഴിഞ്ഞ സീസണിൽ ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് ഫോഴ്സ കൊച്ചി. ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാനം ആകെക്കൂടെ ഒരു വിജയം മാത്രമേ ഈ ഒരു സീസണിൽ ഫോഴ്സ കൊച്ചിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതേ ഒരു കാര്യം തന്നെയാണ്, ഏറ്റവും അധികം സമനിലയിൽ കുരുക്കിൽ കുടുങ്ങിയിട്ടുള്ള ഒരു ടീം കൂടിയാണ് ഇന്ന് മലപ്പുറം FC. ഭയങ്കര വലിയ സ്കോർ ഡെപ്തും അല്ലെങ്കിൽ ഭയങ്കര വലിയ ഇമ്പാക്റ്റ് ഒക്കെ മത്സരങ്ങളിൽ കൊണ്ടുവന്നൊരു ക്ലബ്ബായിട്ട് പോലും ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു ഈ പറഞ്ഞ ക്ലബ്ബുകളൊക്കെ. ഈ ഫോഴ്സ കൊച്ചി ആണെങ്കിലും മലപ്പുറം ആണെങ്കിലും മാച്ചിലൊക്കെ ഭയങ്കര ഒരു ഔട്ട്പുട്ട്, വലിയൊരു ഇമ്പാക്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടും സമനില കുരുക്കിലും തോൽവിയിലേക്കൊക്കെ പോയിട്ട് ഈ ഒരു സീസണിൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെത്തട്ടിലേക്ക് പോകുകയാണ്. ഇനി എന്തായാലും ഈ ഒരു സീസണിൽ
ഇനി വലിയ പ്രതീക്ഷകളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. സോ അപ്പോൾ എന്തായാലും ഈ ഒരു ഇവാൻ വുക്കോമനോവിച്ചും മലപ്പുറം ഈ ഒരു ക്ലബ്ബുമായിട്ടുള്ള ചർച്ചകളെ കുറിച്ചുള്ള വലിയൊരു അടിസ്ഥാനമാണ് ഈ ഒരു വീഡിയോ കൂടി പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും സൂപ്പർ ലീഗ് കേരളയുടെ അടുത്ത കുറേയധികം മത്സരങ്ങൾ ഇനിയും സെമി ഫൈനലാണെങ്കിലും ഫൈനലാണെങ്കിലും കുറേയധികം മത്സരങ്ങളൊക്കെ ക്രൂഷ്യൽ മാച്ചസ് ഒക്കെ നമുക്ക് ഇനി കാണാനുണ്ട്. സോ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കായിക ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങളുമായി സെൻസ് ഫുട്ബോൾ വീണ്ടും എത്താം.